എനിക്കങ്ങനെ ക്യാമറ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു റെക്കോർഡിങ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അതായത് എനിക്ക് പക്ഷെ ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ്. ഞാൻ എൻ്റെ ക്യാമറ കണ്ട് ഇവിടെ ഞാൻ സ്ക്രീനിലോട്ട് നോക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഞാൻ സംസാരിക്കും ചിലപ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കാഷ്വൽ ടോക്ക് ആണ്, ഒരു ഇന്റർവ്യൂ അങ്ങനെയൊന്നും ബ്രോ ചിന്തിക്കുക വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോയെ പരിചയപ്പെടുത്തിക്കുക. ലൈക്ക് യാ പേര് അറിയാം, ഞാൻ വർക്ക് ചെയ്യണത് ദുബായില് ഓൾമോസ്റ്റ് ഇപ്പോൾ 9 years ആയി. പിന്നെ സൗദിയിൽ വർക്ക് ചെയ്തിരുന്നു, കഴിഞ്ഞിട്ടാണ് ദുബായിൽ വന്നത്. ദുബായിൽ വന്നതിന് ശേഷമാണ് ട്രേഡിങ്ങിനെ പറ്റി അറിഞ്ഞത്. പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവായിരുന്നു ട്രേഡിങ്ങിനെ പറ്റി, നാട്ടിലത്തെ ഷെയർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. അത് ട്രേഡിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോറക്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഫോറക്സിലേക്ക് ഒരു താല്പര്യം തോന്നി. അങ്ങനെ ഫോറക്സ് ആണ് ഫസ്റ്റ് ഞാൻ ഒരു എന്താ പറയാ മെമ്പർഷിപ്പ് എടുത്തത്. അത് ഓൾമോസ്റ്റ് ഒരു 4 years ആയി, 2021 ജൂണിലായിരുന്നു. പിന്നെ അത് മീൻസ് അത് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. അത് എന്താ പറയാ സൈക്കോളജിക്കൽ സെഷൻ ഹൈ, സെഷൻ ലോ, മന്ത്ലി ഹൈ, മന്ത്ലി ലോ, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ അത് എനിക്ക് വർക്കൗട്ടായില്ല. ഓൾമോസ്റ്റ് ഞാനതും ഒരു 2 years അത് ട്രൈ ചെയ്തു. പക്ഷെ അതും അത് പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് അവര് മീൻസ് നോക്കിയിരുന്നത് എല്ലാ പേരും നോക്കുക. അതായത് 7 മേജർ പേഴ്സ് ഉണ്ടല്ലോ, 7 മേജർ പേർ നോക്കും, അതുപോലെ ക്രോസ് പേർ നോക്കും. അപ്പൊ അവർക്ക് ക്വാണ്ടിറ്റി ഓഫ് ട്രേഡ്സ് ആയിരുന്നു അവർ നോക്കിയത്, ക്വാളിറ്റി ഓഫ് ട്രേഡ്സ് ആയിരുന്നു. അതായത് നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു ഇതില് പോലെ ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ, പിന്നെ ഒരു ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ, ഒരു ട്രേഡ് കണ്ടാൽ ചാടി എടുക്കുക, അതായിരുന്നു. പക്ഷെ അതെനിക്ക് വർക്ക്ഔട്ട് ആയില്ല. അതിനുശേഷം നമ്മുടെ എന്താ പറയാ പാറ്റേൺസ് ഉണ്ട്, ചാർട്ട് പാറ്റേൺസ്, ട്രയാങ്കിൾ പാറ്റേൺസ്, ബോട്ടം, ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്നൊക്കെ പറഞ്ഞു. അതും ട്രൈ ചെയ്ത് അത് ഓൾമോസ്റ്റ് ഒരു 3-4 months നോക്കി, അത് വർക്ക്ഔട്ട് ചെയ്ത. പിന്നെ ICT പറ്റിയിട്ടുണ്ട്. ICT ഇതുപോലെ വീഡിയോസ് ഒക്കെ കണ്ട്, പക്ഷെ വീഡിയോസ് ഒക്കെ കണ്ട് കഴിയുമ്പോൾ ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല, സ്വന്തമായിട്ട് ചെയ്തിട്ടൊന്നും വർക്കാവുന്നില്ല. പിന്നെ അങ്ങനെ ലാസ്റ്റ് ആണ് ഇവിടെ വീഡിയോ ഉണ്ട്. അതെനിക്ക് 1 year ആയില്ലേ ഞാൻ കോൺടാക്ട്, ഓൾമോസ്റ്റ് 1 year ആവുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ആളെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഇപ്പൊ ആളുമായിട്ട് ഒരു ഇന്റർവ്യൂ അല്ല, ഒരു ടോക്ക് നടത്തുന്നതിന് മെയിൻ റീസൺ ഞാൻ നിങ്ങളെ ചാർട്ട് ചെയ്ത് ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം. ലൈക്ക് ബ്രോയ്ക്ക് കാണാൻ പറ്റത്തില്ല, ഓൾമോസ്റ്റ് 2 week കൊണ്ട് ഒരു 2,300 വിഡ്രോ എടുത്ത ഒരു മഹാനാണ് ഇരിക്കുന്നത്. അതൊരു വലിയൊരു ഡീവിയേഷൻ ആയിരുന്നു. ഒരു ഈ ബ്രോയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ലൈക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്താ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 8/9/2025. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത പേഔട്ട് എന്ന് പറയുന്നത് 8/20/2020. ഒരു മാസം തന്നെ ഒരു 2,000. ഐ മീൻ ട്രേഡിങ്ങിൽ അതൊരു വലിയൊരു എമൗണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബട്ട് സ്റ്റിൽ ഫോർ ഹിം ഇറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെന്റ് അല്ലേ? ഫ്യൂച്ചേഴ്സിലേക്ക് വന്ന് ഞാൻ ബ്രോനോട് ചോദിച്ചത് ഡെമോ ഇല്ലാത്തതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ അക്കൗണ്ട് പരിചയത്. നല്ലൊരു കാര്യമാണ് സത്യം. ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ബിഗിനേഴ്സ് ബേസ് അല്ലെ, ബിഗിനേഴ്സ് അല്ല ട്രേഡേഴ്സ് ടൈം കളയുന്നത് ഈ ഡെമോയിൽ ട്രേഡ് ചെയ്തിട്ടാ അല്ലേ? വാട്ട് യു തിങ്ക് ആക്ച്വലി? അതെ അതെ ഓപ്ഷൻ ഡെമോ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം, ട്രേഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഒരു കുറെ ഡെമോ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അക്കൗണ്ട് ഫെയിൽ ആവും ഡെമോ അക്കൗണ്ട്. പിന്നെ ചലഞ്ച് കൊടുത്ത് ചലഞ്ച് ഒരു 2-3 times ട്രൈ ചെയ്ത് ചലഞ്ച് ഫസ്റ്റ് ഫേസ് ഒരു പാസ്സായി, സെക്കൻഡ് ഫേസ് പാസ്സാവാൻ പറ്റിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഫോറക്സിലുണ്ടായിരുന്നു. പക്ഷെ ഫ്യൂച്ചേഴ്സിൽ വന്നിട്ട് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് അക്കൗണ്ട് പാസ്സായി ഓൾമോസ്റ്റ് 4 years ആയിട്ട് ബ്രോ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 4 years ആയിട്ട് ട്രേഡ് നമ്മുടെ എന്റെ അടുത്ത് വന്നിട്ട് 1 year ആവുന്നു ആക്ച്വലി ഓൾമോസ്റ്റ്. എന്നിട്ട് ഇപ്പോഴാണ് ക്ലച്ച്, ഇപ്പോഴൊരു പേഔട്ടിലേക്ക് എത്തിപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ബ്രോയുടെ കാര്യത്തിൽ എനിക്ക് എല്ലാവരുടെയും ട്രാക്ക് റെക്കോർഡ് എൻ്റെ ഉണ്ട്. ഓരോരുത്തരുടെ പേരടക്കം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ ഉണ്ട്. കുറേ അറിയാലോ നമ്മുടെ കമ്മ്യൂണിറ്റി ഞാൻ കൊണ്ടുവന്നെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ആർക്കും ഞാൻ അത് ചെയ്തായിരുന്നു കള്ളം പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയുടെ ഒരു കർവ് നോക്കുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് പക്കയായിട്ടായിരുന്നു, പിന്നെ ഒരു ഇടയ്ക്കത്തെ പീരീഡ് കംപ്ലീറ്റ്ലി ബ്രോ ഇത് വിട്ടുപോയെന്നുള്ള രീതിയിലായിരുന്നു ആക്ച്വലി.
പിന്നെ ഒരിടയ്ക്ക് എനിക്കറിയാം, മനസ്സിലായി. അപ്പൊ അപ്പം അതന്നെ ആ ഒരു ഏരിയ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് റിക്കവർ ആയി വരാൻ കുറച്ച് ഇതെടുക്കും. പക്ഷെ ബ്രോ പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്രോത്ത് കർവ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബ്രോയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ പോയി അവിടെ നിന്നില്ല ഒരു ഒറിജിനൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കി അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന പോലെ അതേപോലെ ആയിരുന്നു ബ്രോ. താഴോട്ട് പോവാ, പക്ഷെ ക്ലീൻ ആയിട്ട് തന്നെ അല്ലല്ല, നമ്മൾ അതിൽ കാര്യമില്ലല്ലോ. നമ്മളിപ്പം നമ്മുടെ ഒരു ഇപ്പം ബ്രോ ചെയ്തൊരു വലിയൊരു കാര്യം തന്നെ ആസ് എ ട്രേഡർ നമുക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ട്സിൽ നിന്ന് അതാ മെയിൻ ആയിട്ട് പറയാം. ഇപ്പം എത്രയോ ആൾക്കാർ അവരുടെ അക്കൗണ്ട് ഫ്ലിപ്പ് ചെയ്യുന്നു, 100% റിട്ടേൺ, അതിലൊക്കെ വലിയൊരു കാര്യം. പക്ഷെ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ബ്രോ ഒരു ഇത്ര $98 കൊടുത്തിട്ട് ഒരു $2,300 ബ്രോ ഒരു പ്രോഫിൻസിൽ നിന്ന് വിഡ്രോ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ്, ഒരു വലിയൊരു, എനിക്ക് അത്ര കൺഗ്രാജുലേഷൻ പറഞ്ഞാലും മാറാത്തൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ബ്രോയുടെ ട്രേഡിങ് സെറ്റപ്പ് നമ്മുടെ സൈക്കോളജിക്കൽ ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ സെറ്റപ്പ് മാത്രമല്ല അതിന്റെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ ആ ഒരു നമ്മളെന്താണോ അതാണ് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്, ചാർട്ടിൽ റിഫ്ലക്ട് ചെയ്ത്. അതിനെപ്പറ്റി ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് ഇപ്പം ഫോറക്സിൽ നിന്ന് വന്ന് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നു, അവിടുത്തെ ഒരു റിസ്ക് മാനേജ്മെന്റ് ഇവിടുത്തെ ആ ഒരു ഡിഫറൻസ് ബ്രോയ്ക്ക് എന്താ ഫീൽ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഫോറക്സിൽ നിന്ന് വന്നപ്പോ? ഫോറക്സിനേക്കാളും കൂടുതൽ ബ്രോക്ക് അറിയാവുന്ന പോലെ തന്നെ അതിന്റെ മാനിപ്പുലേഷനും അതിന്റെ ഒരു ട്രേഡ് കാണാൻ പറ്റും. ഫോറക്സിൽ മാനിപ്പുലേഷൻ കൂടുതലാണ്. പിന്നെ അതിന്റെ എന്താ പറയാ സെറ്റപ്പ് അധികം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടായി. സെറ്റപ്പ് ഒക്കെ മനസ്സിലായി വരുമ്പോഴത്തേനും ട്രേഡ് കഴിഞ്ഞു പോയി. പിന്നെ എൻട്രി ചെയ്യാൻ വളരെ വൈകിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒരു ഫ്രീഡം, അതെ ലൈക്ക് സ്പ്രെഡ് ഇല്ല, കമ്മീഷൻ ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്പ്രെഡിനെ പറ്റി ഓർത്ത് കൺസേൺ ആവണ്ട, കമ്മീഷനെ പറ്റി ഓർത്ത് കൺസേൺ ആവണ്ട. ലൈക്ക് ജസ്റ്റ് നമുക്ക് ആ റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡിൽ എൻ്റർ ചെയ്താൽ മതി എന്നുള്ളതാണ്. അത് ബ്രോയ്ക്ക് തോന്നിയിട്ടുണ്ട്? എന്റെ ഒരു കാര്യത്തില് ഫ്യൂച്ചേഴ്സിൽ കുറച്ചും കൂടി എനിക്ക് സ്യൂട്ട് ആവുന്ന തോന്നിയത് ട്രേഡ് മീൻസ് നമ്മുടെ ന്യൂയോർക്ക് സെഷനിൽ മാത്രം ട്രേഡ് ഉള്ളൂ. ഫോറസ്റ്റിലാകുമ്പോൾ നമുക്ക് ലണ്ടനുണ്ട്, അപ്പൊ ഓവർ ട്രേഡ് ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എന്റെ ഒരു വർക്കിംഗ് ഒരു സ്വഭാവം അനുസരിച്ച് ലണ്ടൻ സെഷൻ ട്രേഡ് ചെയ്യാൻ പറ്റും. മിക്കപ്പോഴും ഓഫീസും സൈറ്റ്. പിന്നെ ന്യൂയോർക്കിൽ എനിക്ക് തോന്നുന്നത് ഫോറക്സ് ന്യൂയോർക്കും അറിയാലോ. ഞാൻ ലണ്ടൻ ട്രേഡർ ആയിരുന്നു ഫോറക്സിൽ, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ലണ്ടൻ മാത്രമേ ഫോറക്സ് ട്രേഡ് ചെയ്യത്തുള്ളൂ, ന്യൂയോർക്ക് ട്രേഡ് ചെയ്യത്തുള്ളൂ. അതെന്ന് തോന്നുന്നത് എനിക്ക് ഫോറക്സ് വർക്ക്ഔട്ട് ആവാൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓഫീസിൽ നിന്ന് ട്രേഡ് എന്താ പറയാ ഒരു മനസ്സമാനത്തോടുകൂടി ട്രേഡ് എടുക്കാൻ പറ്റിയത്. അപ്പൊ അതാണ് ഫ്യൂച്ചേഴ്സ് കൂടുതൽ ആ ഒരു ടൈം വിൻഡോ ഉണ്ട്. ഞാൻ പിന്നെ ട്രൈ ചെയ്യില്ല, പിന്നെ നെക്സ്റ്റ് വരാം, നെക്സ്റ്റ് ട്രൈ ചെയ്യാം. ഇതങ്ങനെയല്ലോ ലണ്ടനിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും, പിന്നെ പോലെ മനസ്സിലായി. ഓക്കെ, അത് തന്നെ. ഇനി ഒരിക്കലും ഫോറക്സിലേക്ക് ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല അല്ലേ? എനിക്ക് അതിനോടൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ. ഇപ്പം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോഴായാലും എനിക്ക് ആ €USD ഒരു വിഡ്രോൾ എടുത്തേ പറ്റൂ. എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം, അതെന്റെ ഒരു വാശിയാ. നമ്മള് ഫ്യൂച്ചേഴ്സിൽ വേറൊരാൾ ക്ലീൻ ആയിട്ട് വിഡ്രോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ ഫോറക്സിൽ നിന്ന് ഒരു വിഡ്രോ, ആൾ ഇന്ന് വരെ ഫോറക്സിന് എടുത്തില്ല. അപ്പൊ എന്നോട് പറയുന്നത് ശരിയാ, ഫ്യൂച്ചേഴ്സ് പക്കയായിട്ട്, പക്ഷെ എനിക്കൊരു ഈഗോ ഉണ്ട് അതിനോട്, എനിക്ക് അതിനകത്തും വിഡ്രോ എടുത്തേ പറ്റൂ എന്നുള്ളൊരു സംഭവം. അങ്ങനത്തെ ഒരു എന്താ മാർഗം, എന്റെ സമയം കളഞ്ഞൊരു സാധനം. അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ എന്തെങ്കിലും എടുത്തേ ഇറങ്ങത്തുള്ളൂ എന്നുള്ളൊരു സംഭവം. അതന്നെ 4 years. പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞിട്ട് ബ്രോ ഈ 4 years എന്ന് പറയാൻ 4 yearsൽ ബ്രോ മെച്ചുർ ആവുക വരും ചെയ്തോണ്ടിരുന്നത്. ആക്ച്വലി ഫോറക്സ് എന്ന് പറയുന്നൊരു മീഡിയ അതിന് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എത്ര നല്ല രീതിയിലൊരു വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിലും അയാളുടെ ട്രാക്ക് നല്ല കറക്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ ആള് എന്താണ് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതേപോലെ ബ്രോയുടെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ പോലും പക്ഷെ ബ്രോ ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അത്ര ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് ബ്രോയ്ക്ക് ആ ഒരു ഫീല് വന്നത് ആക്ച്വലി. ഓക്കെ, അതിലില്ലല്ലോ, അതിലിപ്പോ ഒരു കാര്യമില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു ലൈക്ക് യുവർ ഫസ്റ്റ് പേ ഔട്ട്, അതായത് ഏറ്റവും ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഫോറക്സിൽ ഫണ്ടഡ് അക്കൗണ്ട്സിൽ നിന്ന് ഒരു വിഡ്രോ എടുക്കുന്നത്. ആൻഡ് ഹൗ യു ഫീൽ ആക്ച്വലി? ആൻഡ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആയോ? കോൺഫിഡൻസ് കൂടിയോ?
ഓഫ് കോഴ്സ് കാര്യം അത് തന്നെ. ഓക്കെ അതന്നെ. പിന്നെ അത് കുറെ വേറെ ട്രൈ ചെയ്ത് റെഡിയായില്ല. പേ ഔട്ട് എടുത്തപ്പോ ഞാൻ ബ്രോഡ് പറഞ്ഞോളാം സന്തോഷിക്കാൻ. അതന്നെ, അതിനു മുന്നേ കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ട്. ചലഞ്ച് പാസ്സാവാതെ അതന്നെ അതന്നെ അതന്നെ. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഞാൻ ബ്രോ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ ചെയ്യുന്ന എന്താണ് ഒരു ഓപ്ഷൻ ബ്രോ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗെറ്റ് എ പേ ഔട്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടു ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ്. ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ടഫസ്റ്റ് സിറ്റുവേഷൻ ആണോ മണി ഒന്നും അല്ല കാര്യം, ജസ്റ്റ് നിങ്ങളൊരു ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് ഒരു പേ ഔട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കിത് ചെയ്യാൻ ഇനിയും കഴിയും എന്നുള്ളൊരു സംഭവം. അത് ഭയങ്കര രീതിയിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബ്രോ എടുത്ത് പറഞ്ഞത്. പിന്നെ ബ്രോ ട്രേഡ് ചെയ്തത് സ്റ്റാർട്ടർ അക്കൗണ്ട് അല്ലേ? പിന്നെ ഒരു കാര്യം പറയാം, സ്റ്റാർട്ടറിന്റെ 50K അക്കൗണ്ട് ആണ് ആക്ച്വലി ട്രേഡ് ചെയ്തത്. അതിനകത്തുനിന്നാണ് ഈ സെയിം 2 വിഡ്രോൾ എടുത്തേക്കുന്നത്, അല്ലാതെ വേറെ അല്ല. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഡിനോട്ട് ചെയ്യാം. അതെ ഓക്കെ 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 ഓക്കെ. എല്ലാവർക്കും ഓരോരോരോ ഹാബിറ്റ്സ് ഉണ്ട്, എനിക്കും ഉണ്ട് കുറെ ഹാബിറ്റ്സ്. കളയാൻ പറ്റില്ല. ഓക്കെ 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 ഓക്കെ. അത് മതി അത് മതി. പിന്നെ ഈ 2-3 തവണ ഡ്രോഡൗൺ ആരോടാ ഈ പറയുന്നത്? 6 തവണ ഡ്രോഡൗൺ കിട്ടിയത് എന്നോടോ? സ്ക്രീൻഷോട്ട് ചാർട്ട് നെക്കിട്ടിക്കർ 6 തവണ ഡ്രോഡൗൺ. അല്ല നമുക്ക് അറിയാലോ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതിന് കറക്റ്റ് റിസൾട്ട് ആയിട്ട്. അപ്പൊ ഈ 6ാമത്തെ ഓരോ തവണ ഡ്രോഡൗൺ ഹിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പിന്നീട് എടുക്കുന്ന ട്രേഡ് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എടുക്കത്തുള്ളൂ. ചുമ്മാ ഒരു സെറ്റപ്പ് ഫോം ചെയ്ത് എടുക്കുന്നതിനേക്കാളും എന്റെ റിസ്ക് എത്ര കുറേ കൂടെ പ്രിസൈസ്ഡ് ആയിട്ട് എനിക്ക് അത് കിട്ടുമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ 6 തവണ ഡ്രോഡൗണിൽ പോയി അക്കൗണ്ട് ആയാലും എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കൺഫർമേഷൻ അല്ല, റിസ്ക് നമ്മൾ ഐഡിയലി നമ്മൾ ചെയ്യുന്ന റിസ്കിന്റെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. എനിക്കറിയാം. അല്ല, അതൊരു ലൂപ്പ് ആക്ച്വലി, അതൊരു സേഫർ സൈഡ് നോക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നമുക്ക് റിസ്ക് ചെയ്യാനുള്ള എമൗണ്ട് നമുക്കറിയാം, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് അനുസരിച്ച് ഇത്ര റിസ്ക് തന്നെ ചെയ്യുക. അതിനകത്ത് ഇനിയിപ്പം കുറയ്ക്കേണ്ട ആവശ്യമോ കൂട്ടേണ്ട ആവശ്യമോ ഒന്നും ഇല്ല, ലൈക്ക് ലിറ്ററലി അത് തന്നെ. റിക്കവർ അത് തന്നെ അത് തന്നെ. അതെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫസ്റ്റ് ട്രേഡ് എടുത്തു, അത് ലോട്ട് കുറച്ച് അല്ലെങ്കിൽ റിസ്ക് കുറച്ചെടുത്തു, അത് TP ആണ്. രണ്ടാമത്തത് എടുത്ത് TP ആണ്. അപ്പൊ നമ്മൾ 2 വിന്നിങ്ങിൽ നിൽക്കുക. അപ്പൊ നമ്മൾ ആയിരിക്കും കൂടുതൽ റിസ്ക് ആയത്. ആ ട്രേഡ് പോയിട്ട് SL അടിച്ചാൽ നമ്മൾ ഈ 2 ട്രേഡിൽ ഉണ്ടാക്കിയതും അതിന് പ്ലസ് വേറെ ഉള്ള പ്രോഫിറ്റോടെ ലോസ് ആയി പോകും. അപ്പൊ നമ്മൾ ഇമോഷണലി കുറയണം, അത് വലിയൊരു കാര്യമാണ്. അപ്പം എടുക്കുന്ന ലോസ് പോലെ തന്നെ വിന്നിനും പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വിന്നിനും പ്രയോറിറ്റൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമ്മൾ ആ പറയുന്ന റിസ്ക് ടു റിവാർഡിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഹാപ്പി, ലൈക്ക് എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഇത്ര വലിയ പേട്ട് എടുത്തിട്ടുള്ളത് ബ്രോ മാത്രം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എല്ലാവരും ബ്രോ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കട്ടെ, അതാണ് ഞാൻ ബ്രോ എടുത്ത്. ഈവൻ എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞ ഇങ്ങനെ വീഡിയോ കോളിലൊന്നും ആ ഒരു വീഡിയോ എടുക്കുന്ന, നേരിട്ട് തന്നെ സംസാരിച്ചെടുക്കണം. പക്ഷെ ബ്രോ ഇപ്പൊ അവിടെ ആയി പോയി. അതെ,
എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ 1-to-1 നമ്മളല്ലാതെ സെഷനൊക്കെ ഇരിക്കുന്ന സമയത്തായാലും ഞാൻ ക്യാമറ ഓൺ ആക്കത്തില്ല. കാര്യം എനിക്ക് അല്ലാതെ ഇങ്ങനെ കംഫർട്ടബിൾ അല്ല ഞാൻ സംസാരിക്കുന്നതിൽ. എനിക്ക് എപ്പോഴും ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന കുറച്ചുകൂടെ ഒരു അപ്പം ഞാൻ വീഡിയോ കോൾ പോലും ചെയ്യത്തില്ലായിരുന്നു ദുബായിലൊക്കെ പോയ സമയത്ത്. പിന്നെ അത് ഞാൻ ഒരു 8 മാസം ദുബായിലുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ആ ട്രെയിനിങ് കിട്ടുന്നതും പഠിച്ചതും കാര്യങ്ങളൊക്കെ അവിടുത്തെ ചൂടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എനിക്ക് പറ്റത്തില്ല അവിടെ. അയ്യോ പിന്നെ എന്താണ് വലിയൊരു സംഭവമാണ് ആക്ച്വലി അത്. പിന്നെ അത് ട്രേഡിംഗ് വഴി അച്ചീവ് ഞാൻ പറയട്ടെ, ട്രേഡിംഗ് വഴി അത് അച്ചീവ് ചെയ്യുന്നവര് ഭയങ്കര പെർസെന്റേജ് കുറവാണ് ആക്ച്വലി. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം അതിലൊരാളാകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ബ്രോയ്ക്ക് കുറെ സജഷൻസ് എനിക്ക് ഇപ്പോഴല്ല കുറച്ച് ഇത് കോള് കഴിഞ്ഞിട്ട് എനിക്ക് തരാനുണ്ട്. അപ്പം ബ്രോയ്ക്ക് ആ രീതിയിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാര്യം അല്ലെങ്കിൽ ബ്രോയുടെ ബേസ് അപ്പം ആദ്യം കറക്റ്റ് ആക്കണം, ബ്രോയ്ക്ക് ഒന്ന് ലുക്ക് ആഫ്റ്റർ ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. പിന്നെ എന്താ അതന്നെ എല്ലാവരും പൈസക്ക് വേണ്ടിയാണ് ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ ചിലർ പറയും എനിക്ക് പാഷനാണ് ട്രേഡിങ്ങിനോട് ഇഷ്ടം. ഒന്നുമല്ല, പൈസ ഇല്ലേ അവർ ഈ പരിപാടി നിർത്തി വെച്ചിട്ട് അവർ പാട്ടിന് പോകും. ഞാനായാലും ആരായാലും ഒരു നമ്മളിപ്പോ എന്ത് കാര്യം എത്ര ഇഷ്ടത്തോടെ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്തോട് റിവാർഡ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കാര്യമില്ല. പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് പാഷനാന്നൊക്കെ പറയുന്നത് വെറുതെ ചുമ്മാതാ. അങ്ങനെയൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. ഇപ്പൊ ട്രാവലിംഗ് പാഷനാന്ന് പറയുന്ന പോലെ അല്ലല്ലോ ട്രേഡിംഗ് പാഷനാന്ന് പറയുന്നത്. അപ്പം എന്താണെങ്കിലും അതിനകത്തൊന്നും റിവാർഡ് ഇല്ല എങ്കിൽ ഓവർ ടൈം നമ്മൾ അത് കിട്ടിയാലുള്ള ഞാൻ അങ്ങനെ കിറ്റ് ചെയ്യുന്നവരാണ് ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ. അപ്പം അതൊരു വലിയൊരു കാര്യം ആക്ച്വലി. സംഭവം അവിടേക്ക് എത്തിപ്പെടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതൊരു എനിക്കും അങ്ങനെ എനിക്ക് കിട്ടിയ തുടക്ക സമയത്ത് ഞാൻ അന്ന് ഞാൻ ആലോചിക്കും കിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു സംഭവം ഞാൻ എപ്പോഴും ആലോചിക്കും. നമ്മളെ കിറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞും ചിന്തിച്ചാൽ മതി എത്രത്തോളം നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ള, എത്രത്തോളം സ്ട്രഗിൾ എടുത്തുന്നുണ്ടോ. അതൊരു വലിയൊരു കാര്യം ആക്ച്വലി. അപ്പൊ നമുക്ക് കിറ്റ് ചെയ്യുന്നതിനോടൊരു താല്പര്യം കുറവ് വരും. ഓക്കെ അത് ബ്രോയ്ക്ക് എന്ത് തോന്നുന്നു ആക്ച്വലി? ഞാൻ പറഞ്ഞിട്ട് അധികം കയ്യിലുള്ള ക്യാഷ് കളയാതെ നമുക്ക് ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഫണ്ട് ജനറേറ്റ് ചെയ്യാനും പറ്റിയ ഒരു സാധനമാണ് ഫണ്ട് അക്കൗണ്ട്സ്. പക്ഷെ ഇതിനെ പലരും അത് തന്നെ ഫണ്ട് അക്കൗണ്ട്സ് ആർ ദ ബെസ്റ്റ്. പലരും ഇതിനെ വേറെ രീതിയിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ചില ഇന്റർവ്യൂലൊക്കെ പോഡ്കാസ്റ്റിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആക്ച്വലി. എന്താണ് ഈ ഫണ്ടഡ് അക്കൗണ്ട്സിൽ നമ്മൾ എത്ര അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താലും നമുക്കൊരു ഇമോഷൻ ഉണ്ടാവില്ല. പക്ഷെ റിയലൈസ് ചെയ്യുന്ന അതൊക്കെ ഹ്യൂമൻലി നമുക്ക് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാനൊരു 10 അക്കൗണ്ട് എടുത്ത് ബ്ലോക്ക് ചെയ്താലും എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ഞാൻ ആ 10 അക്കൗണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യത്തുള്ളൂ. പക്ഷെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് ഒരു അക്കൗണ്ട് എടുക്കുന്ന ഒരാൾ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താലും അതിനകത്തൊന്ന് റിയലൈസ് ചെയ്യും. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അതന്നെ അത് ട്രേഡിംഗിൽ ഒരു കാര്യവും ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെറ്റപ്പ് പറയുന്ന പോലെ എന്റെ ഇപ്പൊ നമ്മുടെ VLP ആണെങ്കിലും ഇത് 100% വർക്ക് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൽ കുറെ ഫോൾട്ട് ഉണ്ട്. ഇതും കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ ആക്ച്വലി. പക്ഷെ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പിന്റെ ബ്യൂട്ടി ഭയങ്കര സിമ്പിളാണ്. എന്റെ സെറ്റപ്പ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി സിമ്പിൾ. നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനേക്കാളും സിമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അത് ചിലരുടെ ചാർട്ട് കാണുമ്പോഴേ അവിടെ ലൈൻ ഇവിടെ ലൈൻ, കുറെ മൂവിങ് ആവറേജ്, കുറെ ക്രോസ് ഓവർ, കുറെ ബോളിഞ്ചർ ബാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് എത്രത്തോളം ക്ലീൻ ആണോ അത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. ചാർട്ടിന്റെ ലൈൻ കുറയുന്നതനുസരിച്ച് ടെൻഷൻ കുറയും. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ എന്താണ് അടുത്ത പ്ലാൻ? ലൈക്ക് വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്കെയിലപ്പ് ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ പറയാമെന്ന് ഇരുന്നത്. അത് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അല്ലാതെ സംസാരിക്കാം. ബ്രോഡ് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്തോ ലൈക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്?
നെക്സ്റ്റ് ഒരു അക്കൗണ്ട് ഇതന്നെ സ്റ്റാർട്ടർ എടുക്കണുള്ളൂ, Okay. 50K എടുക്കണുള്ളൂ. പിന്നെ എനിക്ക് മറ്റേ ഇതും ട്രൈ ചെയ്യണമെന്നുണ്ട്, ഗ്രൂപ്പ് ട്രേഡിംഗ്. ഓക്കെ, ഗ്രൂപ്പ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് അത് നമുക്ക് ട്രേഡ് റേറ്റിൽ തന്നെ ചെയ്യാം. വെരി സിമ്പിൾ ആക്ച്വലി. ഞാൻ ചെയ്യുന്നത് എനിക്ക് ട്രേഡിംഗ് വ്യൂവിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ട്രേഡ് റേറ്റിനകത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് വാച്ച് ചെയ്ത് ട്രേഡ് റേറ്റ് നമ്മളിപ്പം മെറ്റാ 5 പോയിട്ട് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ ഇത് വാച്ച് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈ ട്രേഡ് റേറ്റിലുള്ള ചാർട്ട് തന്നെ മതി നമുക്ക് അനലൈസ് ചെയ്യാനും. പക്ഷേ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ട്രേഡ് റേറ്റ് ട്രേഡ് പ്ലേസ് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതന്നെ. ഇനി ടോപ്പ് സ്റ്റെപ്പിന് സെപ്പറേറ്റ് ഒരു ടോപ്പ് സ്റ്റെപ്പ് എക്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ടോപ്പ് സ്റ്റെപ്പിന്. ഇപ്പൊ നമ്മള് ഫോറക്സിൽ FTMO എന്ന് പറയുന്ന പോലെ കിങ് ആണ് ടോപ്പ് സ്റ്റെപ്പ്. അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ടോപ്പ് സ്റ്റെപ്പ് എക്സ്. പക്ഷെ എനിക്ക് അത്ര അവരുടെ ഡാഷ്ബോർഡ് അത്ര ഓക്കെ അല്ല. എന്തോ ട്രേഡിംഗ് വ്യൂവിൽ ചെയ്ത തിരിച്ചു കാണുന്നുണ്ട്. ട്രേഡ് സിങ്ക് എന്ന ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനെപ്പറ്റി നോക്കിയാണ് അതിന് ഞാൻ വായിച്ചതാണ് വീഡിയോ കണ്ടപ്പോ. ട്രേഡ് സിങ്കിൽ നമ്മൾ അക്കൗണ്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂല് കഴിയല്ലേ? അത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ $49 അങ്ങനെ എന്തോ ഉണ്ട്, എനിക്കറിയാം. അത് കണ്ട ടോപ്പ് സ്റ്റെപ്പും നമുക്ക് മൈക്രോ ഫ്യൂച്ചേഴ്സും ഉണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് ട്രേഡിംഗ്. അല്ല, നമ്മൾ ഏത് അക്കൗണ്ട് എടുത്ത് ഇപ്പൊ 500 ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും ടോപ്പ് സ്റ്റെപ്പ് ആണെങ്കിലും എപ്പെക്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ട്രേഡ് റേറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രേഡ് റേറ്റിൽ നമുക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്യാം. അങ്ങനെ പറ്റും. അതെ. ഓക്കെ. അക്കൗണ്ട് അതന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം കൂടെ പറയാം, ഒരു ഫ്രണ്ട്ലി റിമൈൻഡർ. ഓവർ കോൺഫിഡന്റ് ആവേണ്ട ആവശ്യമില്ല. കാര്യം യു ഡിഡ് എ വെരി ഗുഡ് ജോബ് ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ ഇങ്ങനെ പോയാൽ ഇങ്ങനെയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി ഞാൻ അങ്ങനെ ഡിമോട്ടിവേറ്റീവ് അല്ല. ഞാൻ എന്നോട് പറയുന്ന കാര്യം തന്നെ ബ്രോ എടുത്ത് ഞാൻ പറയാണ്. ഇപ്പം ഞാൻ പേയോട്ട് എടുക്കുമ്പോഴായാലും ഞാൻ എന്നോട് പറയുന്നൊരു കാര്യമാണ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ആക്ച്വലി ഞാൻ ജോലി ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന സാലറി പോലെ ഉള്ളത്. പിന്നെ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പേഔട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർ ഭയങ്കര റയർ ആയതുകൊണ്ട് ഇച്ചിരി ഹാപ്പിനെസ് ഉണ്ട്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ കാര്യം ഞാൻ പറയാം, ബ്രോയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഇപ്പം എനിക്കിപ്പോൾ അതൊന്നും ഇല്ല. എനിക്കിപ്പം അക്കൗണ്ട് ബ്ലോക്ക് ആയാലും പേഔട്ട് എടുക്കുമ്പോൾ ഞാൻ ന്യൂട്രലാണ്. കാര്യം അതാണ് ഏറ്റവും ബെറ്റർ ഒരു ട്രേഡറിനെ സംബന്ധിച്ച്. ഇമോഷൻസ് എപ്പോഴും ന്യൂട്രൽ. അത് തന്നെ അതൊരു വലിയ സ്റ്റേജിലേക്ക് എത്തും. അത് എത്ര അതന്നെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. അതന്നെ എല്ലാവരും ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. അവിടെ മുതലാണ് ആക്ച്വലി നമ്മൾ ആ ഒരു ട്രേഡിങ്ങിന്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാക്കി തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ജോലി പോലെ അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിന്റെ ഫ്രീഡം മനസ്സിലാക്കി തുടങ്ങുന്നത് ആക്ച്വലി. എന്നാലുമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആ ജോലി റീപ്ലേസ് ചെയ്താൽ നമുക്ക് എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ ഒരു സംഭവത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ബ്രോയ്ക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് പറയാട്ടോ? ഒന്നുമില്ല പറയാ. നമ്മുടെ കമ്മ്യൂണിറ്റി പറ്റി എന്താ പറയാനുള്ളത്? കുറെ കേൾക്കുന്നു, കാണാൻ പറ്റിയില്ല. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് എന്തോ ബിസി ആയിരുന്നു ആക്ച്വലി. ഞാനും ബ്രോ മെസ്സേജ് അയക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും വെളിയിൽ ഔട്ട് സൈഡും എവിടെയൊക്കെ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ഒബ്വിയസ്ലി അതല്ല ബ്രോയുടെ സർജറി ടൈം അങ്ങനെ എന്തോ ആയിരുന്നു ആക്ച്വലി. ഓ അതുകൊണ്ടൊക്കെയാ തിരക്കും കാര്യങ്ങളും. ഇറ്റ്സ് ഓക്കെ ഫൈൻ. നമുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ നമുക്ക് ഇനി വരുമ്പോ കാണാം ആക്ച്വലി. അപ്പം അതല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ബ്രോയുടെ വൈഫിന്റെ അടുത്തും പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞ ഫേവറേറ്റ് കിട്ടിയ കാര്യം ഹൗ ദേ ഫീൽ ആക്ച്വലി? അതെനിക്ക് അവര് വർക്ക് പറയാനാണ്. മനസ്സിലായി, അവർക്ക് സന്തോഷം. മനസ്സിലായി. വലിയൊരു കാര്യം ആ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പണ്ട് ട്രേഡിങ്ങിൽ എനിക്ക് മമ്മി എന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വിഡ്രോൾ എടുത്ത് കാണിച്ചു കൊടുക്കണം. ഈ ചെറിയ പൈസ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് എടുത്ത് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ സംഭവം ഇതിനകത്തുനിന്ന് ഉണ്ട്. ആ ഒരു കാര്യം അവർ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു, പിന്നെ അവിടെ തൊട്ട് ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ആക്ച്വലി നമ്മൾ ചെയ്യുന്നതിനൊരു റീസൺ ഉണ്ടെന്ന് അവർക്കറിയാം. സോ എനിക്ക് ഗ്രൂപ്പിലുള്ള എല്ലാവരോടും
എന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്റെ ഒരു സ്വഭാവം. അത് ഞാൻ ബാക്കിയുള്ളൊരു അറിയണം പറഞ്ഞു. നമ്മളൊരിക്കലും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോരുത്. അയ്യോ, എന്റെ ഗ്രൂപ്പിലുള്ള 2 ദിവസം മുന്നേ ഒരാൾ മെസ്സേജ് അയച്ചു, അബിൻ അവന്റെ പേര്, $2,800 എങ്ങാണ്ടായി, അവന് $200 മതി പാസ്സാവാൻ. ചുമ്മാ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഫുള്ള് ഡോളറാണ് പോയി ഹിറ്റ് ആയത്. ഈ നമ്മുടെ ഈ അക്കൗണ്ടിൽ തന്നെ ഞാൻ പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് 4 മണിക്കൂർ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ്. ഞാൻ നമ്മുടെ ട്രേഡ് എങ്ങനെ പോലും 15 മിനിറ്റിനുള്ളിൽ കഴിയേണ്ടതാ. 4 മണിക്കൂർ എന്ന് പറയുമ്പോ തന്നെ അത് എന്തും വേണ്ടി റൺ ചെയ്തിട്ട്. ഓക്കെ, മനസ്സിലായി. അതെ അതെ അതെ, ഉണ്ടാകാൻ കഴിയും. അതെ അത് തന്നെ, അത് തന്നെ. ട്രേഡിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണല്ലോ ആക്ച്വലി, അത് തന്നെ. ബ്രോയ്ക്ക് എനി ഒരു പീസ് ഓഫ് അഡ്വൈസ് ഹു ആർ സ്ട്രഗ്ലിംഗ് ടു ദിസ് ഫീൽഡ് ആരൊക്കെ കൊടുക്കാനുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ളവരോടല്ല, പബ്ലിക്കിൽ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുന്ന വീഡിയോ ചെയ്തു. അപ്പം അങ്ങനെയുള്ളവർക്ക് ബ്രോയുടെ സൈഡിൽ നിന്ന് ബ്രോയ്ക്ക് കൊടുക്കാനുള്ളൊരു ഇല്ലില്ല, ജസ്റ്റ് പറ, ലൈക്ക് എന്താണ് ബ്രോയ്ക്ക് ഒരു നമുക്ക് നമ്മളിപ്പോ എന്ത് ഇപ്പം കുറെ നാൾ ഓടാൻ പോകുന്ന ഒരാളാണെങ്കിൽ പുതിയൊരു റണ്ണർ വന്നിട്ട് ചോദിക്കുക, ബ്രോ ഞാനോ ഇന്ന് മുതൽ ഓടാൻ തുടങ്ങണം. അപ്പം ബ്രോയ്ക്ക് ഇത്രയും നാൾ കൊണ്ട് ഓടിയതിന്റെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ ഇത്രയും നാൾ ഈ സാധനം ചെയ്തു ബ്രോ, ഈ ഒരു ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ബ്രോയ്ക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് അറിയത്തില്ല. അപ്പൊ ആ ഒരു സംഭവം അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ബ്രോ. വാട്ട് യു ഫീൽ ആൻഡ് ബ്രോ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്നുള്ളൊരു സംഭവം ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? മുമ്പോട്ട് പോവാ. ഓക്കെ, പാത്ത് അതന്നെ. അതെ, ടാർഗറ്റിൽ എത്തിപ്പെടാൻ പറ്റും. പിന്നെ പോകുന്ന പാത്ത് കറക്റ്റ് ആയിരിക്കണം. അതായത് ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് അതൊരു വലിയൊരു കാര്യമാണ്. അത് ഞാൻ എല്ലാവരോടും ആഡ് ഓൺ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ എത്ര വർഷം എടുത്തോട്ടെ, 4, 5, 6, 7, 8 വർഷം എടുത്തോട്ടെ, പക്ഷെ നമ്മൾ പോകുന്ന പാത്ത് കറക്റ്റ് ആണെങ്കിൽ എയും ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ എത്തണ്ടെങ്കിൽ നിങ്ങൾ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഓടിയിട്ട് കാര്യമില്ല, എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ ഓടണം. അപ്പം അതിന് വലിയൊരു കാര്യമാണ്. നമ്മുടെ പാത്ത് കറക്റ്റ് ആണെങ്കിൽ എത്ര ടൈം എടുത്താലും അത് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് പാസ്സാക്കിയിട്ടുള്ളൂ, വിഡ്രോ എടുത്തിട്ടുള്ളവരും അങ്ങനെയുള്ള ആൾക്കാരാ. കാര്യം അതാണ് എന്ന് വെച്ചാൽ അവർക്ക് വേറെ ഈ സംഭവങ്ങളൊന്നും ഈ മൈൻഡിലില്ല. അതന്നെ, കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് EMI ഇടും, 9 EMI 20 EMI എല്ലാം കുറെ ആ ഒരു ഡീവിയേഷൻ കൂടുതലായിരിക്കും. അതന്നെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ആവുമല്ലോ. ഇല്ല, ഞാൻ കുറെ ഏറെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിട്ടാകും. ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ക്ലീൻ ആണ്, പക്കയാണ്. ഐം ഷുവർ അബൌട്ട് ഇറ്റ്. എനിക്കിത് പ്രൗഡായിട്ട് തന്നെ പറയാം, ഞാൻ ഇത് കൊണ്ടുവന്ന് അത്രത്തോളം ക്ലീൻ ആയിട്ടാണ്. എനിക്ക് പറയുന്നതിനൊരു മടിയില്ല. കാര്യം ഓരോ ആൾക്കാരും എന്താണെന്നുള്ളത് എനിക്കൊരു ബുക്കുണ്ട്, ഇതിന്റെ ഉള്ളിൽ ഞാൻ എല്ലാം നോട്ട് ചെയ്യും. ഓരോ ആൾക്കാരും എന്താണ് എങ്ങനെയാണെന്നുള്ളത് എല്ലാം ഇതിന്റെ ഉള്ളിൽ ഞാൻ നോട്ട് ചെയ്യും. അപ്പം ബ്രോയുടെ നോട്ട് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് അങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പം ഐ കെയർ അബൌട്ട് പീപ്പിൾ. എന്താ വെച്ചാൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത വഴി തന്നെയാണ് നിങ്ങളും വരുന്നത്. സോ നിങ്ങളുടെ ഓരോ നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ 2 പേരെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗ്രൂപ്പിൽ 8 പേരാണ് ചലഞ്ച് പാസ്സാക്കിയത്. അതിനകത്ത് ഒരു ഫോറക്സും ബാക്കി 7 ഫ്യൂച്ചേഴ്സും ബ്രോയും പിന്നെ വേറെ ഒരാൾ 2 പേരാണ് പേ ഔട്ട് എടുത്തത്. പിന്നെ ആളെ പേ ഔട്ട് ഞാൻ അങ്ങനെ പറയല്ല, എമൗണ്ട് വൈസ് കുറച്ച് കുറവാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ ആളുടെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണത്, ബ്രോയുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണിത്. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ആക്ച്വലി. അതെ, അപ്പൊ ഇനി താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഞാൻ ആദ്യം നേരിട്ട് കാണുന്നുണ്ട്.
നമുക്ക് എന്തായാലും നാട്ടിൽ വരുമ്പോ എന്തായാലും ആയിട്ട് കാണാം, റൈഡൊക്കെ പോവാം നമുക്ക്. ഷുവർ ഷുവർ. അപ്പൊ താങ്ക് യു ഫോർ യർ ടൈം. ഓക്കെ, സി ബൈ, സി.